ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള തകർപ്പൻ പ്രകടനമാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചിരിക്കുന്നത്. സിംബാബ്വേയുടെ മണ്ണിൽ അവരുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ അവരെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഈ മത്സരത്തിലെ തകർപ്പൻ വിജയത്തിലൂടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 2-0 എന്ന നിലയിൽ അപരാജിതമായ ലീഡ് സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ ഈ പരമ്പര ഇതിനോടകം തന്നെ തങ്ങളുടെ പോക്കറ്റിലാക്കി കഴിഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ബാറ്റിംഗ് നിര സിംബാബ്വെ ബൌളർമാരെ കണക്കിന് പ്രഹരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയായപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന അതിശയിപ്പിക്കുന്ന വിജയലക്ഷ്യമാണ് ഇന്ത്യ സിംബാബ്വെക്ക് മുന്നിൽ വെച്ചത്. മത്സരത്തിന്റെ തുടക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല. സ്കോർ ബോർഡിൽ വലിയ റൺസുകൾ ചേരുന്നതിന് മുൻപ് തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ബ്ലെസ്സിംഗ് മുസറബാനിയുടെ പന്തിൽ വെറും 8 റൺസ് മാത്രം എടുത്താണ് അഭിഷേക് പുറത്തായത്. എന്നാൽ ആ ചെറിയ തകർച്ചയിൽ പതറിപ്പോകാതെ ഇന്ത്യൻ യുവനിര കളി തിരിച്ചുപിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ക്രീസിലെത്തിയ വൈഭവ് സൂര്യവംശി തന്റെ തനതായ ശൈലിയിൽ വെടിക്കെട്ട ബാറ്റിംഗുമായി പവർ പ്ലേയുടെ ആവേശം വാനോളം ഉയർത്തി. വെറും 9 പന്തുകൾ മാത്രം നേരിട്ട വൈഭവ് 3 മനോഹരമായ ഫോറുകളും ഒരു കൂറ്റൻ 6ഉം സഹിതം 20 റൺസ് അടിച്ചുകൂട്ടി ആരാധകരെ ആവേശത്തിലാക്കി. ഒടുവിൽ റിച്ചാർഡ് എൻഗാരവയുടെ പന്തിൽ വൈഭവ് പുറത്തായെങ്കിലും ഇന്ത്യയുടെ റൺവേഗത കുറഞ്ഞില്ല. ടീം സ്കോർ 28-ൽ നിൽക്കെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇഷാൻ കിഷനും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഒന്നിക്കുന്നത്. ഇരുവരും ചേർന്ന് വളരെ ഉത്തരവാദിത്തത്തോടും എന്നാൽ അതേസമയം തന്നെ മികച്ച റൺറേറ്റോടും കൂടി ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. സിംബാബ്വെ ബൌളർമാർക്ക് ഒട്ടും അവസരം നൽകാതെ സ്കോർബോർഡ് ചലിപ്പിച്ച ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും ചേർന്ന് ഇന്ത്യയെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 51 റൺസിലെത്തിച്ചു. ടീമിനെ സുരക്ഷിതമായൊരു നിലയിലേക്ക് നയിച്ചതിനു ശേഷം ശ്രേയസ് അയ്യരാണ് ആദ്യം പുറത്തായത്. ബ്രയാൻ ബെനറ്റിന്റെ പന്തിൽ 20 പന്തുകളിൽ നിന്ന് 25 റൺസെടുത്താണ് ക്യാപ്റ്റൻ മടങ്ങിയത്. 95 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആ സമയത്ത് ഇന്ത്യ. എന്നാൽ അതോടെ ഇന്ത്യയുടെ ആക്രമണം അവസാനിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. ഒരു വശത്ത് ഇഷാൻ കിഷൻ ഉറച്ചുനിന്ന് ബാറ്റ് വീശിയപ്പോൾ മറുവശത്ത് തിലക് വർമ്മ കളിയുടെ ഗിയർ മാറ്റുകയായിരുന്നു. സിംബാബ്വെ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പായിച്ച ഇഷാൻ കിഷൻ തന്റെ ക്ലാസ് എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറിയ ഇഷാൻ കിഷൻ തന്റെ തകർപ്പൻ പ്രകടനത്തിലൂടെ കരിയറിലെ മികച്ചൊരു ഇന്നിംഗ്സാണ് പുറത്തെടുത്തത്. മത്സരത്തിന്റെ 15ാം ഓവറാണ് കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയത്. സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ എറിഞ്ഞ ആ ഒറ്റ ഓവറിൽ 21 റൺസാണ് ഇഷാനും തിലകും ചേർന്ന് അടിച്ചെടുത്തത്. ആ ഒരു ഓവർ മത്സരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിൽ എത്തിച്ചു നൽകുകയായിരുന്നു. തുടർന്ന് വെറും 31 പന്തുകളിൽ നിന്ന് തന്റെ 12ാമത് T20 അർദ്ധശതകം തികച്ച ഇഷാൻ കിഷൻ ആരാധകരുടെ മനം കവർന്നു. മറുവശത്ത് തകർപ്പൻ ഫോമിൽ കളിച്ച തിലക് വർമ്മ വെറും 23 പന്തുകളിൽ നിന്ന് തന്റെ 9ാം T20 അർദ്ധശതകവും പൂർത്തിയാക്കി സിംബാബ്വെ ക്യാപ്റ്റന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിച്ചു. ഇന്നിംഗ്സിന്റെ 18ാം ഓവറിന്റെ ആദ്യ പന്തിൽ ന്യൂമാൻ നാംകുരിയാണ് ഇഷാൻ കിഷന്റെ വിസ്മയകരമായ ആ ഇന്നിംഗ്സിന് വിരാമമിട്ടത്. 44 പന്തുകളിൽ നിന്ന് 9 ഫോറുകളും 2 കൂറ്റൻ 6കളും ഉൾപ്പെടെ 81 റൺസ് വാരിക്കൂട്ടിയാണ് ഇഷാൻ പവലിയനിലേക്ക് മടങ്ങിയത്. ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു വെടിക്കെട്ട് പ്രകടനമായിരുന്നു ഇഷാൻ കിഷന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. അവസാന ഓവറുകളിലും തന്റെ പ്രഹരശേഷി കുറയ്ക്കാൻ തിലക് വർമ്മ തയ്യാറായില്ല. അവസാന നിമിഷം വരെ ക്രീസിൽ ഉറച്ചുനിന്ന തിലക് വർമ്മ പുറത്താകാതെ 29 പന്തുകളിൽ നിന്ന് 5 ഫോറുകളും 3 6കളും സഹിതം 60 റൺസ് നേടി ടീമിനെ വലിയ സ്കോറിലേക്ക് നയിച്ചു. ഒടുവിൽ അവസാന ഓവറിൽ ബ്രാഡ് എവൻസിന്റെ പന്തിൽ 12 റൺസ് എടുത്തു റിങ്കു സിംഗ് പുറത്തായെങ്കിലും ഇന്ത്യയുടെ സ്കോർ 219 റൺസ് എന്ന അതിമനോഹരമായ നിലയിൽ എത്തി നിൽക്കുകയായിരുന്നു. സിംബാബ്വെ നിരയിൽ ബ്ലെസ്സിംഗ് മുസറബാനി, റിച്ചാർഡ് എൻഗാരവ, ബ്രയാൻ ബെനറ്റ്, ന്യൂമാൻ നാംകുരി, ബ്രാഡ് എവൻസ് എന്നിവരെല്ലാം ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മുന്നിൽ അവരുടെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി 220 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ തുടക്കത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുത്തത്. ഓപ്പണർ ബ്രയാൻ ബെനറ്റ് ഇന്ത്യൻ ബൌളർമാരെ ചില നിമിഷങ്ങളിൽ പ്രതിരോധത്തിലാക്കി. 19 പന്തുകളിൽ നിന്ന് 3 ഫോറുകളും 3 കൂറ്റൻ 6കളും സഹിതം 32 റൺസെടുത്ത ബെനറ്റ് സിംബാബ്വെക്ക് മികച്ചൊരു തുടക്കം നൽകി. എന്നാൽ ആ വെടിക്കെട്ട് അധികനേരം നീണ്ടുനിൽക്കാൻ ഇന്ത്യൻ ബൌളർമാർ അനുവദിച്ചില്ല. ആ ആദ്യ വിക്കറ്റ് വീണതോടുകൂടി സിംബാബ്വെ ബാറ്റിംഗ് നിരയിലാകെ വലിയൊരു തകർച്ചയാണുണ്ടായത്. അടുത്തടുത്ത ഓവറുകളിൽ ഓരോരുത്തരായി ക്രീസ് വിട്ടുപോയതോടെ കളി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലായി. ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയാർന്ന ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും സിംബാബ്വെ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചില്ല. തുടർച്ചയായി വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ഒരു താരത്തിനു പോലും ക്രീസിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാന ഓവറുകളിൽ പ്രതീക്ഷയോടെ ബാറ്റേന്ത്യ ആർക്കും തന്നെ ഇന്ത്യൻ പന്തിന്റെയും വേഗതയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ 17.5 ഓവറുകൾ മാത്രമാണ് ആതിഥേയർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. വെറും 129 റൺസിന് സിംബാബ്വെയുടെ മുഴുവൻ ബാറ്റിംഗ് നിരയിൽ പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ ബൌളർമാർ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞപ്പോൾ സിംബാബ്വെ നിര അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുകയായിരുന്നു. ഈ മത്സരത്തിലെ ഗംഭീര വിജയത്തോടുകൂടി 3 മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിലെ വിജയത്തിന് പിന്നാലെ 2ാം മത്സരത്തിലും ഇതേ മികവ് പുലർത്താൻ സാധിച്ചത് യുവ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തും. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയാണ് ഇന്ത്യ ഈ പരമ്പര സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്.
ഇഷാൻ കിഷന്റെയും തിലക് വർമ്മയുടെയും തകർപ്പൻ ബാറ്റിംഗും അതിനൊപ്പം തന്നെ കൃത്യതയാർന്ന ബൌളിംഗും ചേർന്നപ്പോൾ സിംബാബ്വെയ്ക്ക് മത്സരത്തിൽ ഒരിടത്തും വിജയം പിടിച്ചെടുക്കാനുള്ള അവസരം ലഭിച്ചില്ല. ഈ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നാളെ നടക്കാനിരിക്കെ വൈറ്റ് വാഷ് ലക്ഷ്യമിട്ടായിരിക്കും ഇന്ത്യ അടുത്ത മത്സരത്തിനിറങ്ങുന്നത്. നാളത്തെ മത്സരത്തിലും ഇന്ത്യ ഇതേ ആവേശം നിലനിർത്തുമെന്നും സമ്പൂർണ്ണ വിജയം നേടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ഈ കിടിലൻ വിജയത്തിന് ശേഷം നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ചോദ്യങ്ങൾ വെക്കുകയാണ്. ഇഷാൻ കിഷന്റെ ഈ തകർപ്പൻ ഫോം വെച്ച് നോക്കിയാൽ അടുത്ത T20 ലോക സ്ക്വാഡിൽ അദ്ദേഹത്തിന് സ്ഥിരമായി ഓപ്പണർ സ്ഥാനം നൽകണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ തിലക് വർമ്മയുടെ ഈ ഫിനിഷിംഗ് മികവ് ഇന്ത്യൻ മിഡിൽ ഓർഡറിന് എത്രത്തോളം കരുത്തുപകരുമെന്ന് നിങ്ങൾ കരുതുന്നു? പരമ്പര ഇതിനകം സ്വന്തമാക്കിയ സ്ഥിതിക്ക് നാളത്തെ അവസാന മത്സരത്തിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി പരീക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ പക്ഷം. ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് ചിന്തകളും താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.